നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഓ, എന്തായാലും മോളുടെ അമ്മുമ്മയും അമ്മാവനും മോളെ കൂടാതെ പോയി കളഞ്ഞല്ലോ. ആരെയോ പുതിയ വീടെടുത്ത് താമസിപ്പിക്കാനാ പോയതെന്ന് പറഞ്ഞു. ആരായിരിക്കും ഇത്ര പ്രിയപ്പെട്ട ആള്? അതുമാത്രം പറഞ്ഞില്ലല്ലോ. ആ, ഞാൻ അറിഞ്ഞോളാം. ഏതോ പിച്ചക്കാരൻ വരുന്നുണ്ട്. എന്റെല് കാശൊന്നുമില്ല കൊടുക്കാൻ. കാശില്ലെങ്കിൽ ചായയോ കാപ്പിയോ കൊടുക്കാൻ പറയും. എനിക്ക് വയ്യ. നമുക്കകത്തേക്ക് പോവാം, അല്ലേ ശ്യാമ മോളെ? ചേച്ചി ഒന്ന് നിൽക്കണേ. കൊള്ളാലോ. പിച്ചക്കാരൻ എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? ഇത് സോനയുടെ വീടല്ലേ? ഞാനേ അവരുടെ വളരെ അടുത്തൊരു ബന്ധുവാ. സോനെ സുശീലൊന്നും ഇവിടെ ഇല്ലല്ലോ. സോനയുടെ ആരാന്നാ പറഞ്ഞത്? സോനയുടെ ചേട്ടനല്ലേ ഇന്ദ്രൻ. ഇന്ദ്രന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവാണ് ഞാൻ. സുശീലയുടെ മരുമോളുടെ അഹങ്കാരം കണ്ട അവരേതോ രാജകുടുംബത്തിൽ ജനിച്ചാന്ന് തോന്നുവല്ലോ. വികലാംഗനായ നീ ഏതനീത്തിയെ കെട്ടിയത്? ഞാൻ ജന്മന വികലാംഗനൊന്നുമല്ല. ചിലങ്ക കെട്ടിയപ്പോ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാനൊരു അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ ആയതാ. ഓ, അങ്ങനെയാണോ? എന്നാ കേറിയിരിക്കെ. എന്താ നിന്റെ പേര്? വിനയൻ. സുശീലാന്റെ ഉടനെ എങ്ങനെ വരുവോ? ആ, വരുമായിരിക്കും. വിനയൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. വീട് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. ബുദ്ധിമുട്ടി ഇത്രയും ദൂരം വരണമെങ്കിൽ എന്തോ അത്യാവശ്യ കാര്യം ആയിരിക്കുമല്ലോ. അതെ, സുശീലാന്റി വിചാരിച്ചാൽ മാത്രം തീർക്കാവുന്ന ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. പ്രശ്നങ്ങള് വിനയന്റെ കുടുംബത്തിലാണോ അതോ? ആ, എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ല. എന്റെ ഭാര്യ വീട്ടിലാ പ്രശ്നം. എന്നുവെച്ചാ സുശീലാന്റിയുടെ മരുമകളുടെ വീട്ടിൽ. ഓ, കുടുംബം മൊത്തത്തില് പ്രശ്നമാണല്ലേ? സുശീല പറയാറുണ്ട് മരുമോളെ കുറിച്ച്. ചേച്ചിയെ പോലെ തന്നെയാണോ അനിയത്തിയും? അനിയത്തിയെ അപേക്ഷിച്ച് ചേച്ചി പാവാണെന്ന് പറയാം. എന്റെ ഭാര്യ ഒരു ഭീകരവാദിയാ. ആണോ? ആ. ഈ അപകടം എങ്ങനെ ഉണ്ടായെന്നാ പറഞ്ഞേ? അത് അയൺ ബോക്സിന് ഷോക്ക് അടിച്ചതാ. അപ്പൊ ഭർത്താവിന് ഭാര്യ ഇസ്തിരി ഇട്ട് തരാറില്ലേ? ഞാനൊന്നും ആവശ്യപ്പെടാറില്ല ചേച്ചി. ആരെയും കൂടുതൽ ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാ ഞാൻ. എന്ന് വെച്ചാ കണ്ടറിഞ്ഞ് ഒന്നും ചെയ്തു തരാത്തവള വിനയന്റെ ഭാര്യ. ആ, ഇപ്പോഴത്തെ ചില പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. ചേച്ചി എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരാവോ? ഞാൻ മെയിൻ റോഡിൽ നിന്ന് നടന്ന് ഇവിടെ വരെ വന്നപ്പോ തളർന്നു. കുടിക്കാൻ ചായ വേണോ അതോ നാരങ്ങവെള്ളം മതിയോ? എന്തായാലും മതി. ശരി, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് കുടിക്കാൻ എടുത്തോണ്ട് വരാം. അല്ല, ഇത് സോനയുടെ കുഞ്ഞായിരിക്കും അല്ലേ? ആ, അതെ. വിനയൻ ഇരിക്കട്ടോ, ഞാൻ വേഗം വരാം. ആന്റി, വീട്ടിൽ ഉത്തരവാദിത്തമുള്ളൊരു പെൺകുട്ടി ഉണ്ടെങ്കിലേ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്തോളൂ. സത്യനാ വിളിക്കുന്നത്. ആ, ദേ സൂക്ഷിച്ച് സംസാരിക്കണം. അവന്റെ സ്വഭാവം നിനക്കറിയാലോ. അല്ല, സത്യനോട് കൂടി ഇങ്ങോട്ട് വരാൻ പറ. അനുചേച്ചി സത്യനും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ശ്യാം. ഹലോ. ആ, ഏട്ടനെന്ത് എവിടെയാ? നീ ഇതെന്താ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചാണോ? ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വന്നാ ചോദ്യം ചെയ്യ തന്നെ വേണം. ഏട്ടന്റെ ഈ പോക്കത്ര ശരിയല്ല. ഏതാ ശരി ഏതാ തെറ്റെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. ഓ, അപ്പോ എന്റെ നിന്റെന്ന് വേർതിരിച്ചു പറയാനൊക്കെ ആയി അല്ലേ? സത്യം പറ, ഏട്ടൻ ആർക്ക് വീട് വെച്ച് കൊടുക്കാനാ പോയിരിക്കുന്നേ? വീട് വെക്കാനോ? നിനക്ക് എന്താ സത്യം പറ്റിയേ? വേണ്ട ഏട്ടാ,
മതി എന്നെ പൊട്ടനാക്കിയത്. ആ രവികുമാറും ഭാര്യയും കൂടെ കാണുമല്ലേ? അവരാണല്ലോ ഇപ്പൊ ഏട്ടനെല്ലാം. എടാ നീ എന്തൊക്കെ ഈ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? തോന്നുന്നതൊക്കെ ആരോടും വിളിച്ചു പറയാന്ന് വിചാരിക്കരുത്. സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ പോലും കള്ളം പറയുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏട്ടനിപ്പോ ആളാകെ മാറി. ഇപ്പോ മറ്റാർക്കോ വേണ്ടിയാ ജീവിക്കുന്ന പോലും. സത്യ, നീ ഞാൻ പറയുന്നത് കേക്ക്. കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. നീ ഇപ്പൊ ഫോൺ വയ്ക്കേ. ആയിക്കോട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ. എല്ലാം കഴിയുമ്പോ ഇവിടെ ഒരു ഭാര്യയും മകനും ഏട്ടനെ പ്രതീക്ഷിച്ച് കഴിയുന്നുണ്ടെന്ന് ഏട്ടൻ ഓർക്കണം. ഹലോ ഹലോ സത്യ, ഹലോ. സത്യനെന്താ പറഞ്ഞേ? ആ, കടയിലൊരു അത്യാവശ്യം. എനിക്ക് ഉടനെ തിരിച്ചു പോകണം. അത് പറയാനാ വിളിച്ചത്. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. ആ, ശ്യാമിനുള്ള ഭക്ഷണം അടുത്തുള്ള ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ട്, അവരിവിടെ എത്തിച്ചോളും. താങ്ക്സ്. പിന്നെ അച്ഛൻ വന്നാ പിന്നെ ഇവിടെ ഭക്ഷണം റെഡിയാക്കാം. ആ, അതേക്കുറിച്ചൊന്നും ഓർത്ത് ശ്യാം ടെൻഷൻ ആവണ്ട. അതുവരെ ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. എല്ലാവരോടും എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. നമുക്കിടയിൽ എന്തിനാ ഈ നന്ദിയൊക്കെ? അതെ അതെ, അല്ലെങ്കിലും നന്ദി വാക്കിലല്ലോ, പ്രവൃത്തിയിലല്ലേ വേണ്ടത്. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ആ ശരി. അതെ, ശ്യാം പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നോളാം. എന്നാ പിന്നെ നമുക്കിറങ്ങാം. ഞങ്ങളെന്നാ ഇറങ്ങിക്ക. വരട്ടെ മോനെ. എന്നാ ശരി. പോയിട്ട് വരാം ശ്യാം. ഇവനെന്താ ഇവിടെ? ഇന്ദ്രൻ ഇങ്ങോട്ട് വരാതിരുന്നത് നന്നായി. ആ, സുശീല വന്നല്ലോ. നീ എന്താ സുശീല മിഴിച്ചു നോക്കുന്നേ? നിനക്ക് ആളെ മനസ്സിലായില്ലേ? ആ, ആളെയൊക്കെ മനസ്സിലായി. അല്ല, നീ എന്താ ഈ വഴിക്ക്? ആന്റി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അല്ല, മോൾ ഉറക്കമാണോ ശാരദേ? അതെ, ഇപ്പൊ അവിടെ കിടന്നേ ഉള്ളൂ. കയ്യിന്ന് താഴെ നിൽക്കുന്നില്ല. ആ, നിങ്ങള് പോയ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ അല്ലേ? അതൊക്കെ നടന്നു. എന്നാ പിന്നെ ശാരദയ്ക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. പൈസ വല്ലതും വേണോ? ആ, ഞാൻ രാവിലെ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, മോന്റെ കയ്യിന്ന് വാങ്ങിച്ചു തരാന്നല്ലേ പറഞ്ഞേ? ആ, 2000 ഉണ്ട്. നിന്റെ കാര്യം നടക്കട്ടെ. എന്നാ ശരി, പോട്ടെ വിനിയ. ആ ശരി. നീ പുതിയ എന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനാ വിനിയ വന്നത്? ഇന്ദ്രൻ ഇത്ര സമയം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനിങ്ങോട്ട് വരാതിരുന്നത് നിന്റെ ഭാഗ്യം. അല്ല, നീ എന്തിനാ അനുപമ രഘുവിന്റെ വീട്ടിലുണ്ടെന്നും പറഞ്ഞ് ഇന്നലെ രാത്രി അവനെ വിളിച്ചത്? എന്റെ മോൻ അവളെ തിരക്കി അവിടെ ചെന്നിട്ട് നാണം കിട്ടില്ലേ?